നമസ്കാരം. അറിവിൻ്റെ വിസ്മയച്ചപ്പ് ഒരിക്കൽ കൂടി തുറക്കുകയാണ്. ഈ വിസ്മയച്ചപ്പിൽ വിജ്ഞാനമുണ്ട്, വിനോദമുണ്ട്, വിസ്മയമുണ്ട്. ഇതെല്ലാം കൂടി ചേർത്തുള്ള IQ മാസ്റ്റർ ഇന്നത്തെ പരിപാടി ഇവിടെ ആരംഭിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ചേർന്ന് നമ്മുടെ പ്രേക്ഷകരെ ഹാർദമായി സ്വാഗതം ചെയ്യാം. ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് വെറുതെ കുറച്ച് കാര്യങ്ങൾ സംവദിക്കാം. നമ്മൾ കുറേ ദിവസമായിട്ട് നമ്മൾ എല്ലാവരും വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടിരിക്കുന്നു. ഓരോ പുതിയ പുതിയ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു, അല്ലെ മാജിക് കാണിക്കുന്നു. സംഭവിക്കുന്ന കാര്യം ചോദ്യങ്ങളും ഉത്തരങ്ങളുമല്ല, നമ്മുടെ മനസ്സുകൾ തമ്മിൽ കൂടുതൽ അടുക്കുന്നു, അല്ലേ? ഇനി കുറേ എപ്പിസോഡുകൾ കഴിയുന്ന സമയത്തേക്ക് നമ്മൾ കൂടുതൽ അടുക്കും. സ്വാഭാവികമാണ്. ഫ്രണ്ട്ഷിപ്പ് കൂടും, അല്ലേ? പിന്നീട് നമുക്ക് പിരിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് നമ്മൾ മാറും. എൻ്റെ ഏറ്റവും വലിയൊരു ദൗർബല്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഷ്ടം കൂടിക്കഴിഞ്ഞാൽ പിരിയാൻ പറ്റില്ല. എനിക്ക് വല്ലാത്ത വിഷമം വരും. അതെൻ്റെ ഒരു വലിയൊരു പ്രശ്നമാണ്. ഇപ്പോൾ നിങ്ങളോടൊക്കെ ആദ്യ ദിവസം കണ്ടതുപോലെയല്ല, ആദ്യത്തെ എപ്പിസോഡിൽ കണ്ടതുപോലെയല്ല. ഇപ്പോൾ എനിക്ക് നിങ്ങളൊക്കെ എൻ്റെ കുട്ടികളായിട്ട് തോന്നുകയാണ്. എൻ്റെ അനിയന്മാർ, എൻ്റെ അനിയത്തിമാർ. വല്ലാതെ മനസ്സിൻ്റെ ഒരു അടുപ്പ് നിങ്ങളോട് തോന്നുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ ഒരു കഴിവ്, നിങ്ങളുടെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ചടുലമായ ഉത്തരം പറയുന്ന, കൃത്യമായിട്ട് ഉത്തരം പറയുന്ന, നിങ്ങളുടെ അറിവ് കൂടി കാണുന്ന സമയത്ത് നിങ്ങളോടുള്ള ആദരവ്, നിങ്ങളുടെ ബഹുമാനം, അതുപോലെ തന്നെ നിങ്ങളോട് അത്രമാത്രം അടുപ്പം എനിക്ക് തോന്നിപ്പോകുന്നു. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു? ഓരോരുത്തർക്കും എങ്ങനെയാണ്? ഓരോ ടീമിൽ നിന്നും ഓരോരുത്തർ പറയാം. സോ ടീം എ. നമസ്കാരം. ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം പറഞ്ഞും ഒരു നല്ല അനുഭവമാണ് ഇതിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നതിൻ്റെതായ ഒരു സന്തോഷവും അതിൻ്റെ കൂടെ ഒരു ടെൻഷനും നമുക്കുണ്ട്. ഓരോ സബ്ജക്റ്റിലും കേന്ദ്രീകരിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് കൊണ്ട് ഒരു വ്യത്യസ്തതയുണ്ട് ഈ മത്സരത്തിന്. പിന്നീട് നമ്മളോട് ഒരുപാട് ചോദ്യം ചോദിക്കുന്ന സാറിൽ നിന്നൊരു കാര്യം അറിയണമെന്നുണ്ട് നമുക്ക്. ഒരു നല്ല മജീഷ്യനായ സാറ് ഏത് മജീഷ്യനെയാണ് റോൾ മോഡലായിട്ട് കാണുന്നത്? ഞാൻ റോൾ മോഡലായിട്ട് കാണുന്നത് ഡേവിഡ് കോപ്പർഫീൽഡിനെയാണ്. ഡേവിഡ് കോപ്പർഫീൽഡ് എന്ന് പറയുന്ന മജീഷ്യനെ കേട്ടില്ലേ നിങ്ങൾ? സ്റ്റാച്യു ഓഫ് ലിബർട്ടി അപ്രത്യക്ഷമാക്കിയ ചൈന വൻമതിലിനെ തുളച്ചു കയറിയ ഡേവിഡ് കോപ്പർഫീൽഡ്. ഞാൻ അദ്ദേഹത്തെ ഒരുപാട് ആരാധനയോട് കൂടിയിട്ടാണ് കാണുന്നത്. ഇപ്പോഴും അദ്ദേഹം MGM ഗ്രാൻഡ് എന്ന് പറയുന്ന ഓഡിറ്റോറിയത്തിൽ പെർഫോം ചെയ്യുന്ന മജീഷ്യനാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ഒരു 4-5 തവണ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ കൂടിയാണ്, ഡേവിഡ് കോപ്പർഫീൽഡ് എന്ന് പറയുന്ന മജീഷ്യൻ. എന്തുകൊണ്ട് അദ്ദേഹത്തെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം മാജിക് കാണിക്കുന്ന സമയത്ത് ഒരു കവിത കേൾക്കുന്ന സൗന്ദര്യമുണ്ട് അതിനകത്ത്. എന്താ പറയുക, ഒരു മഴവില്ലിൻ്റെ മനോഹാരിത ഉണ്ടെന്നൊക്കെ പറയില്ല, അത്രമാത്രം സുന്ദരമാണ് അദ്ദേഹത്തിൻ്റെ മാജിക്. ഡേവിഡ് കോപ്പർഫീൽഡ് അദ്ദേഹമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന മാന്ത്രികൻ. ദാറ്റ്സ് നൈസ്. മോളെ ബി ടീം എന്ന് പറയുന്നു. നമസ്കാരം. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇത്തരം ഒരു TV-യിൽ സംപ്രേഷണം ചെയ്യുന്ന ക്വിസ് മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ആദ്യത്തെ ദിവസങ്ങളിൽ അതിൻ്റെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സാറിൻ്റെ അവതരണ രീതിയും പിന്നെ സാറിൻ്റെ മാജിക്കും എല്ലാം കൂടെ ആയപ്പോഴത്തേക്കും അത് ഒരു പരിധി വരെ പോയി കിട്ടി. ഇപ്പോഴും ചെറുതായിട്ടൊക്കെ ഉണ്ടല്ലേ? ഓക്കെ, ഇനി കുറച്ചുകൂടി എപ്പിസോഡുകൾ കഴിയുന്ന സമയത്തേക്ക് കൂടുതൽ അത് പോകും. എനിക്ക് നിങ്ങളോട് ഒറ്റ അഭ്യർത്ഥനയുള്ളത്, എന്നെ സാറെന്നൊന്നും വിളിക്കരുത്, എന്നെ അങ്കിൾ എന്ന് വിളിക്കുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഓക്കെ, മാജിക് അങ്കിൾ എന്ന് വിളിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. സോ യുവർ പാർട്ട്. നമസ്കാരം. ഞങ്ങളിപ്പോൾ ആദ്യമായിട്ടൊരു TV റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുന്നത്. അപ്പം ഓരോ ക്വിസ് പ്രോഗ്രാമൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് പങ്കെടുക്കണം, അതിൻ്റെ ഒരു ഭാഗമാകണമെന്നൊക്കെ. അങ്ങനൊരു റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കാൻ പറ്റിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റ്, സന്തോഷമൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങളിപ്പോൾ ഒരു ശരിയുത്തരം പറഞ്ഞാലും തെറ്റുത്തരം പറഞ്ഞാലും സാറ് തരുന്ന അല്ലെങ്കിൽ അങ്കിൾ തരുന്ന ഉപദേശവും ഒക്കെ ഞങ്ങൾക്ക് തരുന്ന വിൽ പവർ അപാരമാണ്. പിന്നെ മുതുകാടങ്ങളിലെ കാണണമെന്ന് നല്ലൊരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ അത് സാധിച്ചു കിട്ടിയ എൻ്റെ സന്തോഷം. ഇപ്പോൾ നമ്മൾ അടുത്ത് പരിചയപ്പെട്ടു. പിന്നെ അങ്കിളുടെ മാജിക്കിലെല്ലാം പാർട്ടാണ് സാധിച്ചതിലും. നമസ്കാരം അങ്കിൾ. വളരെയധികം സന്തോഷമുണ്ട് ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കാൻ സാധിച്ചതിൽ. ആദ്യമായാണ് ഒരു ടെലിവിഷൻ ക്വിസിൽ പങ്കെടുക്കുന്നത്. അതിൻ്റേതായ എല്ലാ ആശങ്കകളും ഈ 5 ദിവസം കൊണ്ട് മാറി എന്ന് പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കും. മാത്രമല്ല, അങ്കിളുടെ വാക്കുകളിലൂടെ എല്ലാം നല്ല ജീവിതത്തിൻ്റെ മൂല്യങ്ങളാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, ഇതുവരെ അറിഞ്ഞത് ഒരു കുരുവോളമാണ്, ഇനി അറിയാനുള്ളത് ഒരു മലയോളം ഉണ്ടെന്ന്. മാത്രമല്ല, ഒത്തിരി വളരെ നാളുകളായിട്ട് അങ്കിളിനെ നേരിട്ട് കാണണമെന്നൊരു ആഗ്രഹമായിരുന്നു. ഞങ്ങൾക്ക് അത് സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. IQ മാസ്റ്റർ എന്ന ക്വിസ് ഷോയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ മിക്ക റൗണ്ടുകളും ബസർ റൗണ്ടുകളാണ്. ഇപ്പോൾ ബസർ റൗണ്ടുകളായതിനാൽ നമുക്ക് വേഗം ഉറച്ച ഡിസിഷൻസ് എടുക്കാൻ സാധിക്കും. പിന്നെ ഈ ഷോ TV-യിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് വളരെ അഭിമാനമുണ്ട്. TV-യിൽ എൻ്റെ മുഖം കാണുന്നുണ്ടെന്ന് എനിക്ക് ഇതുവരെ
ബിലീവ് ചെയ്യാൻ പറ്റുന്നില്ല. ഓ, നിഷ്കളങ്കമായ ഉത്തരം അല്ലെ? നിഷ്കളങ്കമായ ഉത്തരം. നൈസ്, താങ്ക് യു സോ മച്ച്. നമസ്കാരം. ഈ പരിപാടി വന്ന ശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ ടെൻഷൻ കുറയ്ക്കാൻ ഭയങ്കര സഹായകമായി. പിന്നെ അങ്കിള് ഞങ്ങൾക്ക് ടെൻഷനും തരണില്ലല്ലോ. ഇല്ല. പിന്നെ ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അധികം ത്രില്ലും ടെൻഷനൊന്നുമില്ല. പിന്നെ നീ എന്നാലും വന്നാൽ അങ്കിളും മാജിക് കാണിച്ചത് കളയുകയും ചെയ്യും. അത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഞങ്ങൾക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. മാജിക്കൊക്കെ നല്ലോണം എൻജോയ് ചെയ്തു. പിന്നെ ആദ്യമൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു, തീരെ കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ കുറേ റൗണ്ട്സൊക്കെ കഴിഞ്ഞ് കുറേ ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ നല്ല ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നു, കുറച്ച് ധൈര്യമൊക്കെ വന്നു. പിന്നെ മാജിക്കൊക്കെ കാണുമ്പോൾ കുറേ റിലാക്സ്ഡ് ആയി. പിന്നെ ടെൻഷൻ അടിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന മെസ്സേജൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര പ്രചോദനമായി. നമസ്കാരം. എക്സ്പീരിയൻസ് ഒക്കെ വളരെ നല്ലത് തന്നെയാണ്. പക്ഷെ സ്കോർ ബോർഡിലൊക്കെ പോകുമ്പോൾ മാത്രം ഞങ്ങൾക്ക് ചെറിയൊരു സങ്കടമുണ്ട്. പക്ഷെ മിക്ക സമയത്തും സാർ സ്കോർ ബോർഡ് കാണിച്ച് ഞങ്ങൾ സ്കോർ പറയുമ്പോൾ സാർ അവസാനം പറയുന്നത് മിക്ക എപ്പിസോഡുകൾ ഇനി ബാക്കിയുണ്ട്, നിങ്ങൾക്കാവുന്ന പറയുന്നതൊരു ഭയങ്കരമായിട്ട് കോൺഫിഡൻസ് ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക്. പരമാവധി ട്രൈ ചെയ്യും. പിന്നെ ഇവിടുത്തെ ക്രൂ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഇവിടെ വന്നപ്പം തന്നെ ഇവിടുത്തെ ഹോസ്പിറ്റാലിറ്റി ജനറോസിറ്റി ഈസ് വെരി നൈസ്. ആൻഡ് ഈ അവസരത്തിൽ ഞാൻ കേരള ഗവൺമെൻറ്റിനോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും നമുക്ക് പാരൻസും വളരെ ഹാപ്പിയാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ പ്രേക്ഷകരോടും പറയാനുള്ളത്, കുട്ടികൾ ഞങ്ങളിവിടെ ചെലവഴിക്കുന്ന സമയം എന്ന് പറയുന്നത് അത്രമാത്രം ഹൃദയബന്ധത്തോടു കൂടിയാണ് ചെലവഴിക്കുന്നത്. ഇതൊരു മത്സരം എന്നുള്ളതിലപ്പുറം നമ്മുടെ കുട്ടികൾക്ക് ഇനി വളർന്ന് അവർ നേരിടാൻ പോകുന്ന ഒരുപാട് പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും ചവിട്ടിത്തെറിപ്പിക്കാനുള്ള ആവേശം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും ഓരോ വിഷയങ്ങൾ നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. ഓരോ ദിവസവും ഓരോ വിഷയമാണ്. ആ വിഷയങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആ വിഷയത്തെക്കുറിച്ച് കൃത്യമായൊരു ഗ്രാഹ്യം പ്രേക്ഷകർക്കും കാണുന്ന പ്രേക്ഷകർക്കും അതുപോലെ തന്നെ ഈ കുട്ടികൾക്കും ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ തമ്മിലുള്ള ഐക്യമാണ്. നമ്മൾ ഹൃദയം ചേർത്ത് വയ്ക്കുമ്പോഴാണ് ഈ പ്രോഗ്രാം മനോഹരമാവുന്നത്, അല്ലേ? അതുകൊണ്ട് നമുക്ക് ആദ്യം ഹൃദയം ചേർത്ത് വയ്ക്കാം. ഹൃദയം ചേർത്ത് വയ്ക്കാൻ വേണ്ടി ഒരു ചെറിയ മാജിക് നമുക്ക് കാണിക്കാം. ഓക്കെ, മാജിക്കിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു ചെറിയ ഒരു കാർഡ് ബോർഡ് കാണിക്കാം. ആ കാർഡ് ബോർഡിനപ്പുറം കുറച്ച് റിബൺ റിങ്ങുകളുണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ റിങ്ങുകൾ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. സോ ദിസ് ഈസ് യുവർ റിങ്, ദിസ് ഈസ് യുവർ റിങ് ആൻഡ് ദിസ് ഈസ് യുവർ റിങ്. യുവേഴ്സ് ആൻഡ് ടേക്ക് ഇറ്റ്. ഇനി ഈ റിങ്ങിനെ കൂടാതെ നിങ്ങളുടെ കയ്യിൽ ഞാൻ പരിചയപ്പെടുന്ന സാധനം എന്ന് പറയുന്നത് ഒരു ബോർഡാണ്. ബോർഡെന്ന് പറയുമ്പോൾ ഒരു കാർഡ് ബോർഡ്, അല്ലേ? കാർഡ് ബോർഡ് 4 ട്രയാങ്കിളാണ് ഇതിനകത്തുള്ളത്. 4 ട്രയാങ്കിൾ ചേർത്ത് വെച്ചുണ്ടാക്കിയിട്ടുള്ള ബോർഡാണ്. ഓക്കെ, ക്ലിയർ? ഓക്കെ. ഇനി ഞാൻ ചെയ്യുന്നത് ഇതുപോലെ മടക്കി കഴിഞ്ഞതിന് ശേഷം ഇതിനകത്തേക്ക് ഈ റിങ്ങുകൾ എനിക്ക് തരണം. ഓക്കെ, ദി ഫസ്റ്റ് റിങ്, ദാറ്റ്സ് ഇറ്റ്. സെക്കൻഡ് വൺ, തേർഡ് വൺ, ഫോർത്ത് വൺ. ഓരോ റിബൺ റിങ്ങുകളാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ ഏറ്റുവാങ്ങുന്നത്. പക്ഷേ ഈ അവസാനത്തെ റിങ് മാത്രം ഞാൻ ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. ഈ റിങ്ങിനെ മാത്രം ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് ഇട്ട് വയ്ക്കുകയാണ്. ഇതുപോലെ പുറത്തേക്ക് ഇട്ട് വയ്ക്കുന്നു. സോ ഇപ്പോൾ നിങ്ങൾ കുട്ടികളും ഞാനും ചേർന്ന് ഈ മാജിക് അവതരിപ്പിക്കുന്നു. എത്രമാത്രം നമ്മൾ ചേർന്ന് നിൽക്കുന്നു എന്നാണ് കാണിക്കുന്നത്. വാച്ച് ഹിയർ, ദിസ് ഈസ് മൈ മാജിക് വാൻഡ് ആൻഡ് ദിസ് മാജിക് ഈസ് ഹാപ്പനിങ് ഹിയർ. ഇതാണ് നമ്മൾ തമ്മിലുള്ള ഐക്യം എന്ന് പറയുന്നത്. ഇതുപോലെ റിങ്ങുകൾ കോർത്ത് നിൽക്കുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മുടെ IQ മാസ്റ്റർ എന്ന് പറയുന്ന പരിപാടി. ഇനി നമുക്ക് നേരെ സ്കോർ ബോർഡിലേക്ക് പോവാം. സോ വാച്ച് ദ ടീം A 150 മാർക്ക്, ടീം B 100 മാർക്ക്, ടീം C 40 മാർക്ക്, ടീം D 40 മാർക്ക്, ടീം E 150 മാർക്ക്, ടീം F 110 മാർക്ക്, ടീം G 50 മാർക്ക് ആൻഡ് ടീം H 10 മാർക്സ്. ഇന്ന് നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് സിനിമയാണ്. സിനിമ, സംഗീതം, വിനോദം. ഇത് കേട്ടപ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും മിഴികൾ വിരിഞ്ഞു. എല്ലാവരും വളരെ സന്തോഷത്തോടുകൂടി ചിരിച്ചു. സിനിമ നമ്മൾ അത്രമാത്രം സ്വാധീനിക്കുന്നുണ്ടല്ലേ? സിനിമ എത്രമാത്രം നമ്മുടെ സമൂഹത്തെ സ്വാധീനിച്ചു എന്ന് പറയുന്നതും വളരെ പ്രസക്തമാണ്. ചില സിനിമ കാണുന്ന സമയത്ത് അതിലെ കഥാപാത്രങ്ങൾ നമ്മളായിട്ട് മാറും. എനിക്കൊരു അനുഭവമുണ്ട്. നിലമ്പൂരിലെ രാജേശ്വരി തിയേറ്റർ എന്ന് പറയുന്ന തിയേറ്ററിൽ വെച്ചിട്ട് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒരു സിനിമ കണ്ടു. ആ സിനിമയുടെ പേര് ദൈവത്തിൻ്റെ വികൃതികളാണ്. ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത, രഘുവരൻ അതിൻ്റെ അൽഫോൺസ് സച്ചൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചൊരു സിനിമയായിരുന്നു ദൈവത്തിൻ്റെ വികൃതികൾ. ആ സിനിമ കണ്ട സമയത്ത് അൽഫോൺസ് സച്ചൻ എന്ന് പറയുന്നൊരു മാന്ത്രികനായിരുന്നു.
ആ സിനിമ കണ്ടപ്പോൾ എൻ്റെ ഹൃദയത്തിന് വല്ലാതെ സ്പർശിച്ചു. തിയേറ്ററിൽ നിന്ന് എല്ലാവരും എണീറ്റ് പോയിട്ടും എനിക്ക് കസേരയിൽ നിന്ന് എണീക്കാൻ സാധിക്കുന്നില്ല. അത്രമാത്രം ഹൃദയഭേദകമായിരുന്നു ആ സിനിമ എന്ന് പറയുന്നത്. നിങ്ങൾ വായിച്ചിട്ടുണ്ടെന്നറിയില്ല എമ്മുകുതൻ്റെ ദൈവത്തിൻ്റെ വികൃതികൾ എന്ന് പറയുന്ന നോവൽ. ആ നോവലിനകത്ത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: എല്ലാ രാജ്യങ്ങളിലും എന്ന പോലെ മയ്യഴി രാജ്യത്തും ഒരു ജാലവിദ്യക്കാരനുണ്ടായിരുന്നു. മഗ്യമദാമയുടെ സായിപ്പും മൈക്കലിൻ്റെയും മെൽസിയുടെയും പപ്പയുമായ അൽഫോൺസ് സച്ചൻ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. തുടങ്ങിക്കഴിഞ്ഞ ശേഷം അൽഫോൺസ് സച്ചൻ എന്ന് പറയുന്ന മഹാമാന്ത്രികൻ ഫ്രഞ്ച് അധീന പ്രദേശത്ത് ഫ്രഞ്ചുകാർ ഇവിടുന്ന് വിട്ടുപോയി കഴിഞ്ഞ ശേഷം മയ്യഴിയുടെ പ്രദേശങ്ങളിലൂടെ അവിടുന്ന് പോകാൻ കൂട്ടാക്കാതെ ജാലവിദ്യകൾ കാണിച്ച് പ്രൗഢഗംഭീരമായ ഒരു കൊട്ടാരം പണിഞ്ഞ മാന്ത്രികനായിരുന്നു അൽഫോൺസ് സച്ചൻ എന്ന് പറയുന്ന മാന്ത്രികൻ. പക്ഷേ എന്ത് പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കാലം ചെന്നപ്പോൾ അൽഫോൺസ് സച്ചൻ മദ്യത്തിനടിമയായി, മയക്കുമരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങി, കഞ്ചാവ് അടിക്കാൻ തുടങ്ങി. അങ്ങനെ അൽഫോൺസ് സച്ചൻ എന്ന് പറയുന്ന മാന്ത്രികൻ ജീവിതത്തിൽ തളർന്നുപോയി. കഞ്ചാവിൻ്റെ പുക പോലെ മയ്യഴിയുടെ പ്രദേശങ്ങളിലൂടെ അദ്ദേഹം അലഞ്ഞു നടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഒരു ജാലവിദ്യ പോലും കാണിക്കാൻ സാധിക്കാതെ തളർന്ന സമയത്ത്, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ തളർന്നപ്പോൾ, വണ്ണാൻ ഇന്ദ്രൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം അദ്ദേഹത്തോട് പറയുന്നു, നമ്മൾ മാധവേട്ടൻ ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്, ഓരോ പെരയിൽ നിങ്ങൾക്കൊരു മാജിക് കാണിച്ചുകൂടി സായിവേ എന്ന് ചോദിക്കുന്നുണ്ട്. അൽഫോൺസ് സച്ചൻ ചോദിക്കും, അതിനവൻ വിളിക്കണ്ടേ എന്ന് ചോദിക്കും. വണ്ണാൻ ഇന്ദ്രൻ പറയും, ഞാൻ വിളിപ്പിക്കാമെന്ന് പറയും. മാധവേട്ടനോട് പറഞ്ഞ് അൽഫോൺസ് സച്ചൻ എന്ന് പറയുന്ന മാന്ത്രികനെ ഒരു ബർത്ത്ഡേയോടനുബന്ധിച്ച് ജാലവിദ്യ കാണിക്കാൻ വേണ്ടി വിളിക്കുന്നു. ആളുകൾ കൂടിയിരിക്കുന്ന സമയത്ത് അൽഫോൺസ് സച്ചൻ എന്ന് പറയുന്ന മാന്ത്രികൻ കൈകൾ വിറച്ചുകൊണ്ട്, മദ്യം കിട്ടാതെ കൈകൾ വിറച്ച് വേദിയിലേക്ക് കടന്നു വരുന്നു. അദ്ദേഹം സഞ്ചിയിൽ നിന്ന് പന്തും അതുപോലെ തന്നെ ചീട്ടുകളും എല്ലാം കയ്യിലെടുത്തപ്പോൾ കൈകൾ വിറച്ച് പന്തുകൾ താഴേക്ക് പോകുന്നൊരു ചിത്രമുണ്ട്. മാധവേട്ടൻ അടുത്തേക്ക് വന്നതിന് ശേഷം ഒരു കെട്ട് നോട്ട് കയ്യിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ചോദിച്ചു, സായിവ് മാജിക്കൊക്കെ മറന്നുപോയോ എന്ന് ചോദിക്കും. അൽഫോൺസ് സച്ചൻ പറയുന്നു, കള്ള് കുടിക്കാതെ എനിക്ക് മാജിക്ക് കാണിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് കണ്ണിൽ നിന്ന് ചോര ഇറ്റിറ്റ് വീഴുന്ന ഒരു രംഗമുണ്ട് അതിനകത്ത്. ഇപ്പോഴും പറയുന്ന സമയത്ത് എനിക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. കാരണം അത്രമാത്രം ഞാൻ പറയുന്ന ഒരു വ്യക്തിയെ ഒരു മദ്യം എന്ന് പറയുന്ന സാധനം, അതുപോലെ തന്നെ മയക്കുമരുന്ന് എത്രമാത്രം കീഴ്പ്പെടുത്തുന്നു എന്ന് പറയും. സത്യം പറയട്ടെ, ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ മദ്യം തൊട്ടിട്ടില്ല, ഒരു സിഗരറ്റ് പോലും ഞാൻ വലിച്ചിട്ടില്ല. ഒരുപക്ഷെ എൻ്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്ന കഥകളാവാം, അതല്ലെങ്കിൽ ഈ നോവൽ വായിച്ച സമയത്ത് എത്രമാത്രം മദ്യം ഒരാളെ കീഴ്പ്പെടുത്തുന്നു എന്ന് പറയുന്ന ചിത്രമായിരിക്കാം അത്തരം കാര്യങ്ങളിലേക്കൊന്നും പോകാതെ ജീവിക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു സിനിമ ഒരു മനുഷ്യനെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയാണ്. എന്തായാലും നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ഓൾ ഓഫ് യു ആർ റെഡി? നമ്മൾ നല്ല വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്, സിനിമയാണ് ഇന്നത്തെ വിഷയം. പതിവ് പോലെ തന്നെ ഇതൊരു ബസർ റൗണ്ടാണ്. ചോദ്യങ്ങൾ ചോദിക്കും, ആ ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾ ആദ്യം ആ ഒരു ബസറിൽ വിരലമർത്തുന്നു, അതിനനുസരിച്ചാണ് ഉത്തരങ്ങൾ തിരഞ്ഞെടുക്കുന്നത്. റെഡിയാണല്ലോ? നല്ല ഫ്രഷായി നമുക്ക് ആരംഭിക്കാം. ആദ്യത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടന്നു പോവാം. സോ സീ ദി സ്ക്രീൻ. ചോദ്യം ഇതാണ്: ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ വാസ് പ്ലേഡ് ഫോർ മോർ ദാൻ 10 years in this theatre. And which is that theatre? This is question. A. Shivaji Mandir, B. Maratha Mandir, C. IMAX, D. Nehru Mandir. ചോദ്യം നമ്മൾ ആവർത്തിക്കുന്നു. ദിൽവാലെ ദുൽഹനിയ ലേ ജായേംഗെ എന്ന സിനിമ 10 വർഷം തുടർച്ചയായി പ്രദർശിപ്പിച്ച തിയേറ്ററിൻ്റെ പേര് എന്താണ്? എ. ശിവജി മന്ദിർ, ബി. മറാത്ത മന്ദിർ, സി. ഐമാക്സ്, ഡി. നെഹ്റു മന്ദിർ. ചോദ്യം കേട്ടു എല്ലാവരും. സിനിമയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഓക്കെ, സോ നിങ്ങൾ എല്ലാവരും റെഡിയാണ് എന്ന് വിചാരിക്കുന്നു. ബസറിൽ വിരൽ ഇരിക്കുന്നുണ്ട്. Now this is your turn. ബസർ. കോട്ടൺ ഹിൽ സ്കൂൾ, GGHSS തിരുവനന്തപുരം. So I'm waiting for your answer. ഓപ്ഷൻ ബി മറാത്ത മന്ദിർ. ഓപ്ഷൻ ബി മറാത്ത മന്ദിർ. മോളെ അത്രമാത്രം ഉറപ്പോട് കൂടിയാണോ പ്രസ് ചെയ്തത്? ആണ്. ഈ സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഈ സിനിമ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അത്രമാത്രം ഉറപ്പോട് കൂടിയിട്ടാണ്. എനിവേ വി വിൽ ചെക്ക് ഇറ്റ്. പെർഫെക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. വെരി ഗുഡ്. ആദ്യത്തെ ചോദ്യം കൃത്യം ഉത്തരം. വണ്ടർഫുൾ, വെരി ഗുഡ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. രണ്ടാമത്തെ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. ചോദ്യം ഇതാണ്: വാച്ച്. One of the highest grossing movies of past year, Bahubali, was directed by Chandramouli, Prabhas, Karan Johar, Rajmouli. നമ്മൾ പോകുന്നു. നിങ്ങളെല്ലാവരും റെഡി ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. All of you are ready? So this is your turn. Buzzer. MD Seminary Higher Secondary School, Kottayam. Yeah, what's your answer? സർ ഓപ്ഷൻ ഡി രാജമൗലി. Option D, Rajamouli. Are you sure?
Check it. That is the right answer. അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട സിനിമയായിരുന്നു ബാഹുബലി എന്ന് പറയുന്ന സിനിമ അല്ലേ? ഇത് തിയേറ്ററുകളിൽ എത്രയോ കാലം കളിച്ചു. അതുപോലെ തന്നെ രാജമൗലി എന്ന് പറയുന്ന ഒരു വലിയ സംവിധായകൻ്റെ ഏറ്റവും വലിയ കഴിവ് കാണിച്ച ഒരു സിനിമയായിരുന്നു. ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു മാതൃകയായിരുന്നു രാജമൗലി എന്ന് പറയുന്നത്. നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നു. മൂന്നാമത്തെ ചോദ്യം കാണാം സ്ക്രീനിൽ. ചുപ്കെ ചുപ്കെ രാത് ദിൻ ഈസ് എ വേൾഡ് ഫേമസ് ഗസൽ ബൈ എ പാകിസ്ഥാൻ സിംഗർ. ആൻഡ് ഹു ഈസ് ദാറ്റ്? ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ. രാഹത്ത് ഫത്തേഖ്, ഗുലാം അലി, ജാവേദ് അഖ്തർ, നസ്രത്ത് ഫത്തേഖ് അലി. ചോദ്യം ആവർത്തിക്കുന്നു. ഏത് പ്രശസ്തനായ പാകിസ്ഥാനി ഗായകൻ ആലപിച്ചതാണ് ചുപ്കെ ചുപ്കെ രാത് ദിൻ എന്ന ഗസൽ? രാഹത്ത് ഫത്തേഖ്, ഗുലാം നബി, ജാവേദ് അഖ്തർ, നസ്രത്ത് ഫത്തേഖ് അലി. ചോദ്യം കൃത്യമാണല്ലോ അല്ലേ? ചുപ്കെ ചുപ്കെ രാത് ദിൻ എന്ന പാട്ട് ഗസൽ സംഗീതം ആര് ആലപിച്ചതാണ് എന്നുള്ളതാണ് ചോദ്യം. രാഹത്ത് ഫത്തേഖ്, ഗുലാം അലി, ജാവേദ് അഖ്തർ, നസ്രത്ത് ഫത്തേഖ് അലി. 4 ഓപ്ഷനാണുള്ളത്. So all of you are ready? All of you are ready? And it is your turn. Buzzer! You got it. Cotton Hill School. So your answer. Sir, option B, Ghulam Ali. Option B, Ghulam Ali. Okay. ആൻസറിലേക്ക് പോവാം. പെർഫെക്റ്റ് ആൻസർ. കൺഗ്രാറ്റുലേഷൻസ്. ഇനി നമ്മൾ 4ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. 4ാമത്തെ ചോദ്യം ഇതാണ്. സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കാം. He is considered the greatest entertainer. His thriller 1982 was number 1 for the longest time. He is Elvis Presley, Madonna, Michael Jackson, Richard Marx. ചോദ്യം ആവർത്തിക്കുന്നു. ഇദ്ദേഹം ലോകം ആരാധിക്കുന്ന ഏറ്റവും വലിയ കലാകാരന്മാരിൽ ഒരാളാണ്. 1982 പുറത്തിറങ്ങിയ ത്രില്ലർ ഇന്നും ലോക പ്രശസ്തമാണ്. ആരാണ് അത് എന്നുള്ളതാണ് ചോദ്യം. എ എൽവിസ് പ്രസ്ലി, ബി മഡോണ, സി മൈക്കൽ ജാക്സൺ, ഡി റിച്ചാർഡ് മാക്സ്. ചോദ്യം കഴിഞ്ഞു. ഇനി ഉത്തരത്തിലേക്കാണ്. നിങ്ങളാണ് ഉത്തരം പറയേണ്ടത്. നിങ്ങളുടെ എല്ലാവരുടെയും വിരൽത്തുമ്പിൽ ബസറുണ്ട്. ഉത്തരം അറിയാവുന്നവർ ബസറിൽ കൃത്യമായിട്ട് വിരൽ വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് വിശ്വാസം. അറിയാത്തവർ വെക്കേണ്ടതില്ല. ചോദ്യം കൃത്യമായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഉത്തരം പറയാം. ആൻഡ് ദിസ് ഈസ് യുവർ ടേൺ ആൻഡ് ബസർ. MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളാണ്, കോട്ടയം ആണ് ആൻസർ പറയാൻ പോകുന്നത്. ടെൽ മീ വാട്ട്സ് യുവർ ആൻസർ? സർ, ഓപ്ഷൻ സി, മൈക്കിൾ ജാക്സൺ. ഓപ്ഷൻ സി, മൈക്കൽ ജാക്സൺ. ഓപ്ഷൻ സി, മൈക്കൽ ജാക്സൺ. ഓക്കെ. മൈക്കൽ ജാക്സന്റെ പ്രകടനം മനോഹരമാണല്ലേ? ഗംഭീരമാണല്ലേ? ചോദ്യത്തിനുള്ള ഉത്തരം കൃത്യമാണോ എന്ന് പരിശോധിക്കുന്ന മുഹൂർത്തം വന്നിരിക്കുന്നു. വാച്ച് ഹിയർ. Perfectly all right. Congratulations. Very nice. Okay. ഇനി 5ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. കേൾക്കാൻ റെഡിയാണല്ലോ എല്ലാവരും? സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കാം നമുക്ക്. Look to the screen. The question is here. Father of Indian cinema. Raj Kapoor, Dada Saheb Phalke, V. Sandharam, Gurudutt. ആവർത്തിക്കുന്ന ചോദ്യം. ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? രാജ് കപൂർ, ദാദാ സാഹിബ് ഫാൽക്കെ, ശാന്താറാം ഗുരുദത്ത്. എല്ലാവരുടെയും കൈകൾ ബസറിൽ റെഡിയായി നിൽക്കുന്നു. ആൻഡ് ദിസ് ഈസ് യുവർ ടേൺ. ബസർ. കോട്ടൺ ഹിൽ സ്കൂൾ GGSS ആണ്. ഓക്കെ, വാട്ട്സ് യുവർ ആൻസർ പ്ലീസ്? Sir, option B, Dada Saheb Phalke. ദാദാ സാഹിബ് ഫാൽക്കെ. ദാറ്റ്സ് യുവർ ആൻസർ. ചെക്ക് ഇറ്റ്. പെർഫെക്റ്റ്ലി ഓൾ റൈറ്റ്. അതുമാണ് ഫാൽക്കെ അവാർഡ് പിന്നീട് ഉണ്ടായത് അല്ലേ? ഫാൽക്കെ അവാർഡ് നമുക്ക് അഭിമാനിക്കാൻ ബാക്കിയുള്ളൊരു കാര്യമുണ്ട്. ആരാണ് ഒരു മലയാളി ഫാൽക്കെ അവാർഡ് നേടിയിട്ടുണ്ട്? ആരാണ്? അടൂർ പ്രകാശോ? അടൂർ ഗോപാലകൃഷ്ണൻ അല്ലേ?
എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഞങ്ങളുടെ മാജിക് അക്കാഡമിയുടെ ഇപ്പോഴത്തെ പാട്രൺ രക്ഷാധികാരി ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ മലയാറ്റൂർ സാറായിരുന്നു. അദ്ദേഹം മരിച്ചതിന് ശേഷം ONV സാറായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണനാണ് നമ്മുടെ മാജിക് അക്കാദമിയുടെ രക്ഷാധികാരി. ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക്, 6ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം ഇതാണ്: ഹൂ ഈസ് നോൺ ആസ് ദി ഫസ്റ്റ് സൂപ്പർ സ്റ്റാർ ഓഫ് ഇന്ത്യൻ മൂവീസ്? എ അമിതാഭ് ബച്ചൻ, ബി രജനികാന്ത്, സി രാജ് കപൂർ, ഡി രാജേഷ് ഖന്ന. ചോദ്യം ആവർത്തിക്കുന്നു. ഇന്ത്യൻ സിനിമയുടെ ആദ്യ സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? അമിതാഭ് ബച്ചൻ, രജനികാന്ത്, രാജ് കപൂർ, രാജേഷ് ഖന്ന. എല്ലാവരും സൂപ്പർ സ്റ്റാർസ് ആണ് അല്ലേ? എല്ലാവരും സൂപ്പർ സ്റ്റാർസ് ആണ്. പക്ഷേ ചോദ്യം ശ്രദ്ധിക്കുക, ആദ്യ സൂപ്പർ സ്റ്റാർ, ആദ്യമായിട്ട് സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് കടന്നു വന്ന സൂപ്പർ സ്റ്റാർ എന്ന പേരിൽ അറിയപ്പെട്ട വ്യക്തി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. സോ all of you are ready? All of you are ready? Okay. This is your turn, buzzer, please. Sri Narayana Public School. So tell me, what's your answer? Option D, Rajesh Khanna. Option D, Rajesh Khanna. Are you sure? Are you sure? Yeah. Okay, check it. സത്യം പറഞ്ഞാൽ ഞാനും കൺഫ്യൂഷനിലായിരുന്നു. കാരണം ഇതിനകത്ത് നമ്മൾ കാണിച്ച 4 പേരും സൂപ്പർ സ്റ്റാർസ് ആണ്. പക്ഷേ അതിനകത്ത് നിന്ന് ഈ സിനിമയുടെ കാര്യത്തിൽ പോലും നിങ്ങൾ വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു കഴിവുണ്ടല്ലോ, അപാരം. ഹാറ്റ്സ് ഓഫ്, ഹാറ്റ്സ് ഓഫ്, ഹാറ്റ്സ് ഓഫ്, ഹാറ്റ്സ് ഓഫ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ചോദ്യത്തിലേക്കാണ് പോകുന്നത്. 7ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. 7ാമത്തെ ചോദ്യം. സോ ലുക്ക് ടു ദി സ്ക്രീൻ പ്ലീസ്. റിയൽ നെയിം ഓഫ് ദി ലെജൻഡറി ആക്ടർ ദിലീപ് കുമാർ. എ ദിലീപ് സിംഗ്, ബി മുഹമ്മദ് യൂസഫ് ഖാൻ, സി ലത്തീഫ്, ഡി ജോർജ് ആന്റണി. ചോദ്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. ഇന്ത്യൻ സിനിമയുടെ ഇതിഹാസം ദിലീപ് കുമാറിന്റെ യഥാർത്ഥ പേര് എന്താണ്? ദിലീപ് സിംഗ്, മുഹമ്മദ് യൂസഫ് ഖാൻ, ലത്തീഫ് ആൻഡ് ജോർജ് ആന്റണി. ഇതിലേതാണ് കൃത്യമായിട്ടുള്ള ആൻസർ എന്നുള്ളത് ഈ 4 ഓപ്ഷനിൽ നിന്നും നിങ്ങൾ തിരിച്ചറിയുക എന്ന് പറയുന്നതാണ് നിങ്ങളുടെ ദൗത്യം. തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഒരു ആൻസർ എത്തിയിട്ടുണ്ടാവും. ആ ആൻസർ ഏതാണ് എന്ന് കണ്ടെത്താൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. All of you ready? This is your turn. Buzzer, please. Yes. Option B, Mohammad Yusuf Khan. Option B, Mohammad Yusuf Khan. Okay. Let us see. Perfect answer. Congratulations. Very nice. Very nice. Congratulations. 8ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ചോദ്യം ഇതാണ്. സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കാം. ചോദ്യം ശ്രദ്ധിക്കുക പ്ലീസ്. The world famous Charlie Chaplin born in London, America, Germany, Japan. ചോദ്യം ആവർത്തിക്കുന്നു. ലോക പ്രശസ്തനായ ചാർലി ചാപ്ലിൻ ഏത് രാജ്യത്താണ് ജനിച്ചത്? ലണ്ടൻ, അമേരിക്ക, ജർമ്മനി, ജപ്പാൻ. നമുക്ക് ചാർലി ചാപ്ലിനെ അറിയാം. ചാർലി ചാപ്ലിൻ്റെ അപാരമായ സിദ്ധികളെക്കുറിച്ച് അറിയാം. ചാർലി ചാപ്ലിനുമായി ബന്ധപ്പെട്ട കഥകൾ അറിയാം. അതൊന്നുമല്ല നമ്മുടെ ചോദ്യം. നമ്മുടെ ചോദ്യം ഇതാണ്: ഏത് രാജ്യത്താണ് ചാർലി ചാപ്ലിൻ ജനിച്ചത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. സോ വെയിറ്റിംഗ് ഫോർ യുവർ ആൻസർ ആൻഡ് ദിസ് ഈസ് യുവർ ടേൺ. ബസർ പ്ലീസ്. യെസ്, ടെൽ മീ your Option answer. A, London. Option A, London. Yes, okay. We'll go for that. And come up, please. Perfect answer, perfect answer. ഈ ചാർലി ചാപ്ലിൻ്റെ ഓട്ടോബയോഗ്രഫി വായിച്ചിട്ടുണ്ടോ നിങ്ങൾ? എൻ്റെ മക്കളെ വായിക്കണം. നിങ്ങൾ ഏത് പുസ്തകങ്ങൾ വായിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നത് ഓട്ടോബയോഗ്രഫീസ് ഒരുപാട് വായിക്കണം. കാരണം അതിലൂടെയാണ് എത്രമാത്രം പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടാണ് നമ്മൾ അറിയുന്ന ഒരുപാട് ആളുകൾ ഉയർന്നു വന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ചാർലി ചാപ്ലിൻ്റെ ഓട്ടോബയോഗ്രഫി വായിച്ചു കഴിഞ്ഞാൽ ആ പുസ്തകം വെക്കുന്ന സമയത്തേക്ക് നമ്മുടെ കണ്ണ് നിറഞ്ഞിരിക്കും, നമ്മൾ പൊട്ടിക്കരഞ്ഞിരിക്കും. വേദിയിൽ കുടുകുടെ ആളുകളെ ചിരിപ്പിക്കുന്ന ഒരാളുടെ ഹൃദയം മുഴുവൻ വിങ്ങുകയായിരുന്നു. അറിയാമോ നിങ്ങൾക്കത്? അദ്ദേഹത്തിൻ്റെ അമ്മയ്ക്ക് ഭ്രാന്തായിരുന്നു. അറിയാമോ? അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു നാടക നടിയായിരുന്നു. അമ്മയ്ക്ക് ഭ്രാന്ത് പിടിച്ച് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത്
ആരോ വലിച്ചിട്ട ഏതോ കുപ്പായമെടുത്ത് അണിഞ്ഞ വേദിയിലേക്ക് ധീരമായി കടന്നുപോയ ഒരാളാണ് ചാർലി ചാപ്ലിൻ. ആളുകൾ കൈയടിച്ചു. പിന്നെ ആ കുപ്പായവും തൊപ്പിയും അദ്ദേഹത്തിൻ്റെ ശീലമായി. അങ്ങനെയാണ് ഒരു ചാർലി ചാപ്ലിൻ ഉണ്ടാവുന്നത്. അദ്ദേഹത്തിൻ്റെ മനോഹരമായ വാക്കിതാണ്: മഴയത്ത് നടക്കാനാണ് എനിക്കിഷ്ടം, കാരണം എൻ്റെ കണ്ണുനീർ ആരും കാണുകയില്ലല്ലോ എന്ന് പറയുന്ന ചാർലി ചാപ്ലിൻ്റെ ചിത്രമാണ് നമ്മുടെ മനസ്സിൽ പതിച്ചു വെക്കേണ്ടത്. ഇനി നമ്മൾ 9ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. 9ാമത്തെ ചോദ്യമാണ്. ചോദ്യം ഇതാണ്, സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കാം. അമിതാഭ് ബച്ചൻ suffered a near fatal injury on the sets of which movie? കൂലി, ഷോലെ, സിക്കന്ദർ, ദിവാർ. ആവർത്തിക്കുന്നു, ഏത് സിനിമാ ചിത്രീകരണത്തിനിടയിലാണ് അമിതാഭ് ബച്ചന് അപകടം പറ്റിയത്? കൂലി, ഷോലെ, സിക്കന്ദർ, ദിവാർ. നിങ്ങളുടെ ഉത്തരത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഏത് സിനിമയുടെ ഇതിൽ ഒരു സിനിമയുടെ ചിത്രീകരണത്തിനിടയിലാണ് അമിതാഭ് ബച്ചൻ അപകടം പറ്റിയത്? അത് ഏത് സിനിമയാണ് എന്നുള്ളതാണ് ചോദ്യം. സോ ഐ തിങ്ക് ഓൾ ഓഫ് യു ആർ റെഡി ഹിയർ ആൻഡ് ദിസ് ഈസ് യുവർ ടേൺ. ബസർ പ്ലീസ്. Once again, Srinarayana Public School, Ernakulam. And what's your answer, please? Option A, Coolie. Option A, Coolie. Coolie, Sholay, Sikandar, Diwar. Coolie ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അല്ലേ? ഓക്കെ. So, let's check it, please. വെരി ഗുഡ്. 10ാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ നടന്നു പോകുന്നു. 10ാമത്തെ ചോദ്യത്തിലേക്കാണ് കടന്നു പോകുന്നത്. 10ാമത്തെ ചോദ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ്. സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: റിയൽ നെയിം ഓഫ് അവർ ബിലൗഡ് സ്റ്റാർ, ദി ലെജൻഡറി പ്രേം നസീർ. പ്രേംകുമാർ, ചിറയൻകീഴ് നസീർ, അബ്ദുൽ ഖാദർ, അബ്ദുൽ നാസർ. ചോദ്യം ആവർത്തിക്കുന്നു. നമ്മുടെ സ്വന്തം നിത്യഹരിത നായകനായ പ്രേം നസീറിന്റെ യഥാർത്ഥ പേര് എന്താണ്? പ്രേംകുമാർ, ചിറയൻകീഴ് നസീർ, അബ്ദുൽ ഖാദർ, അബ്ദുൽ നാസർ. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഉത്തരം അറിയാം എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പക്ഷേ എത്രമാത്രം ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്നു എന്നുള്ള അറിയാനാണ് കാത്തിരിക്കുന്നത്. പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഉത്തരം അറിയാം. എല്ലാവരുടെയും നാവിൽ ഉത്തരം വന്നിട്ടുണ്ടാവും എന്നുള്ളതാണ് വിശ്വാസം. സോ here is your turn, buzzer please. Okay, Cotton Hill School. So tell me, what's your answer? Option C, Abdul Khader. Option C, Abdul Khader. നമുക്ക് പരിശോധിക്കാം. പ്ലീസ് ചെക്ക് ഇറ്റ്. യെസ്, ദാറ്റ്സ് നൈസ് ആൻസർ. വണ്ടർഫുൾ. ഓൾ റൈറ്റ്. വീണ്ടും നമ്മൾ 11ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. 11ാമത്തെ ചോദ്യം. ചോദ്യം ഇതാണ്: ഫസ്റ്റ് ഓസ്കാർ വിന്നർ ഫ്രം കേരള, അടൂർ ഗോപാലകൃഷ്ണൻ, അരവിന്ദൻ, റസൂൽ പൂക്കുട്ടി, പ്രിയദർശൻ. ആവർത്തിക്കുന്നു, ഓസ്കാർ അവാർഡ് നേടിയ ആദ്യ കേരളീയൻ ആരാണ്? അടൂർ ഗോപാലകൃഷ്ണൻ, അരവിന്ദൻ, റസൂൽ പൂക്കുട്ടി, പ്രിയദർശൻ. ചോദ്യം ഇതാണ്: ആർക്കാണ് ആദ്യമായി ഓസ്കർ അവാർഡ് നേടാനുള്ള ഭാഗ്യമുണ്ടായത് എന്നുള്ളതാണ് ചോദ്യം. 4 ഓപ്ഷൻ നിങ്ങളുടെ മുമ്പിലുണ്ട്. ആൻഡ് ദിസ് ഈസ് യുവർ ടേൺ അറ്റ് ബസർ പ്ലീസ്. ഭവൻസ് വിദ്യാമന്ദിർ, എളമക്കര. യാ. ഓപ്ഷൻ സി, റസൂൽ പൂക്കുട്ടി. ഓപ്ഷൻ സി, റസൂൽ പൂക്കുട്ടി. ഓക്കെ. സോ ലെറ്റ്സ് ചെക്ക് ഇറ്റ് പ്ലീസ്. പെർഫെക്റ്റ്. ഓൾ റൈറ്റ്. ഇതിനിടയിലുള്ളൊരു ഭാവം ഉണ്ടല്ലോ നിങ്ങൾ. ദിസ് ഇറ്റ്സ് അമേസിങ് കേട്ടോ. ഈ ഉത്തരം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ആൻസർ ക്യൂബിൽ അത് ഉയർന്നു വരുന്ന സമയത്ത് ഒരു കാരണവശാലും ചിലരൊന്നും അങ്ങോട്ട് നോക്കുകയില്ല. വരുന്നത് വരട്ടെ എന്ന് പറഞ്ഞിട്ടൊരു ഭാവമാണ് നിങ്ങൾ. എന്ത് ചെയ്യാനില്ല. അതാണ് ഞാൻ പറയുന്നത്. ഈ പുഞ്ചിരി എപ്പോഴും നിങ്ങൾക്ക് വേണം കേട്ടോ. ഈ ഉത്തരം കിട്ടുന്ന സമയത്തുള്ള ചിരി ഉണ്ടല്ലോ, നമുക്ക് നഷ്ടബോധം ഉണ്ടാകുന്ന സമയത്തും നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്ന സമയത്തും അവിടെ നോ ആണെങ്കിൽ പോലും ചിരിച്ച് കളയണം ജീവിതം. അതാണ്, മനസ്സിലായില്ലേ? ഓക്കെ. സോ നമ്മൾ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. അടുത്ത ചോദ്യം ഇതാണ്. 12ാമത്തെ ചോദ്യം. The real name of Rajinikanth, Shivaji Rao, Abdullah Ramaswamy, Bhagavan Dada. ചോദ്യം ആവർത്തിക്കുന്നു. രജനീകാന്തിന്റെ യഥാർത്ഥ പേര് എന്താണ്? ശിവജി റാവു, അബ്ദുള്ള, രാമസ്വാമി, ഭഗവാൻ ദാദ. ഇതിലേതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളതാണ് നിങ്ങളോട് ചോദിക്കുന്നത്. All of you are ready?
All of you ready? Okay. Buzzer, please. Yeah. Father Thomas Porukara, Central School, Chambakkulam, Alappuzha. Tell me what's your answer. Option A, Shivaji Rao. Option A, Shivaji Rao. രജനീകാന്തിന്റെ പേരാണ് ചോദിച്ചത്. ശരിയാമോ? രജനീകാന്തിന്റെ പേരാ ചോദിച്ചത്. നോക്കാം. So it's here. നമ്മൾ അടുത്ത ചോദ്യത്തിലേക്കാണ് പോകുന്നത്. 13ാമത്തെ ചോദ്യം. 13ാമത്തെ ചോദ്യമാണ്. ചോദ്യം ശ്രദ്ധിക്കാം, സ്ക്രീനിലേക്ക് നോക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ. ദി ഫസ്റ്റ് മലയാളം മൂവി. ബാലൻ, വിഗതകുമാരൻ, മാർത്താണ്ഡവർമ്മ, ജീവിത നൗക. ചോദ്യം ആവർത്തിക്കുന്നു. ആദ്യ മലയാള ചിത്രം ഏതാണ്? ബാലൻ, വിഗതകുമാരൻ, മാർത്താണ്ഡവർമ്മ, ജീവിത നൗക. വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. So I think all of you are ready now. All of you are ready now. Okay, buzzer please. Srinarayana Public School, Ernakulam. Yeah. Tell me what's your answer. Option B, Vigatakumaran. Option B, വിഗതകുമാരൻ. നമുക്ക് പോവാം. വിഗതകുമാരൻ ശരിയാണോ തെറ്റാണോ എന്നുള്ളത് നോക്കാം. ആൻസർ ക്യൂ. All right. 14ാമത്തെ ചോദ്യം. ചോദ്യം കാണാം, സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കാം. ദി ബർത്ത് നെയിം ഓഫ് AR റഹ്മാൻ. അശോക് കുമാർ, ദിലീപ് കുമാർ, ഗോപിനാഥ്, ജോസഫ് ജോൺ. ലോക പ്രശസ്ത സംഗീതജ്ഞൻ AR റഹ്മാന്റെ ആദ്യ പേര്. അശോക് കുമാർ, ദിലീപ് കുമാർ, ഗോപിനാഥ്, ജോസഫ് ജോൺ. ചോദ്യം വ്യക്തമാണല്ലോ എല്ലാവർക്കും? ഒരു കൺഫ്യൂഷനും ഇല്ലല്ലോ? നോ കൺഫ്യൂഷൻസ്? നോ കൺഫ്യൂഷൻസ്. ആൻഡ് ബസർ പ്ലീസ്. ശ്രീനാരായണ പബ്ലിക് സ്കൂൾ, എറണാകുളം, once again. So tell me the answer. Option B, Dilip Kumar. Option B, Dilip Kumar. Birth name of AR Rahman. Dilip Kumar. Okay, let's check it. വെരി നൈസ്, വെരി നൈസ്, വെരി നൈസ്. ഓക്കെ, 15ാമത്തെ ചോദ്യം. ഇനി 2 ചോദ്യങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. 2 ചോദ്യങ്ങൾ. 15, 16, 2 ചോദ്യങ്ങൾ. 15ാമത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ നടന്നു പോകുന്നത്. ഓക്കെ, ചോദ്യം ഇതാണ്. സ്ക്രീനിലേക്ക് ശ്രദ്ധിക്കാം. ചോദ്യം എന്താണ് എന്നുള്ളത് കാണാം, കേൾക്കാം. പഥേർ പാഞ്ചാലി വാസ് ഡയറക്റ്റഡ് ബൈ ഫാൽക്കെ, സത്യജിത്ത് റായ്, ദേവാനന്ദ്, ഋഷി കപൂർ. മലയാളം ശ്രദ്ധിക്കുക. പഥേർ പാഞ്ചാലി സംവിധാനം ചെയ്തത് ആരാണ്? ഫാൽക്കെ, സത്യജിത്ത് റായ്, ദേവാനന്ദ്, ഋഷി കപൂർ. Buzzer please. Once again, Srinarayana Public School, Ernakulam. Tell me your answer. Option B, Satyajit Ray. Option B, Satyajit Ray. പഥേർ പാഞ്ചാലി എന്ന് പറയുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട കാര്യമല്ല ഞാൻ പറയുന്നത്. ആരുടെ രചനയാണെന്ന് അറിയാമോ? വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായ. വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായ. അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ മറ്റൊരു കഥയുണ്ട്, ഒരു നോവലുണ്ട്. അരണ്യക് എന്ന് പറയുന്ന ഒരു നോവലുണ്ട്. അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. എനിവേ, അരണ്യകം എന്ന് പറയുന്നത് വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായയുടെ മനോഹരമായൊരു കഥയാണ്. അതിനകത്ത് യുഗളപ്രസാദൻ എന്നാണ് ആ കഥാപാത്രത്തിൻ്റെ പേര്. യുഗളപ്രസാദൻ എന്ന് പറയുന്ന കഥാപാത്രം ഒരു വലിയ ഫോറസ്റ്റിനകത്ത് കൂടി നടക്കുമ്പോൾ, ഒരു ഫോറസ്റ്റിനകത്ത് ഒരു പ്രായം ചെന്ന ഒരാളാണ്. അദ്ദേഹം കുത്തിക്കുഴിച്ച് കുറേ സാധനങ്ങൾ ഇങ്ങനെ ഇടുക എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുതിരപ്പുറത്ത് വരുന്ന ഒരാൾ ചോദിക്കുന്നു, നിങ്ങൾ എന്താണ് ഈ വനത്തിനകത്ത് നിന്ന് കുഴിച്ചെടുത്ത് കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുന്നു. യുഗളപ്രസാദൻ പറയുന്ന കാര്യം, ഈ കാട്ടിൽ ഞാൻ എത്രയോ കാലമായി അന്വേഷിക്കുമ്പോഴൊന്നും ഇവിടെ ചുവന്ന പൂക്കളും മഞ്ഞപ്പൂക്കളും എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, പക്ഷേ നീലപ്പൂക്കളോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള പൂക്കളോ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് കുറേ കാലമായി ഞാൻ പുറത്തൊരു സ്ഥലത്ത് ഈ പൂക്കൾ ഉണ്ടാക്കാൻ വേണ്ടി വിത്തുകൾ ശേഖരിച്ച് കൃഷി ചെയ്ത് ഈ കാടിനകത്ത് കൊണ്ടുപോയി ഈ പൂക്കൾ ഉണ്ടാവുന്ന മരങ്ങൾ നട്ടുപിടിപ്പിക്കുകയാണെന്ന് പറയുന്ന ഒരു ചിത്രമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇത്രമാത്രം വനം നമ്മൾ നശിപ്പിച്ച് കളയുന്ന ഈ കാലഘട്ടത്തിൽ
യുഗളപ്രസാദൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം അവിടെ വന്ന് വിത്ത് മറ്റു പൂക്കളുണ്ടാവുന്ന മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്ന ചിത്രം. അതാണ് ആരണ്യകത്തിൻ്റെ പ്രത്യേകത. അരണ്യകം എന്ന് പറയുന്നത് ആരണ്യകം എന്നാണ് മലയാളത്തിലുള്ള ട്രാൻസ്ലേഷൻ. അരണ്യക് എന്നാണ് അതിൻ്റെ ബംഗാളി ഭാഷയിലുള്ള എഴുത്ത്. വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായയുടെ മനോഹരമായൊരു നോവലാണ് അരണ്യക്. ഓക്കെ, പഥേർ പാഞ്ചാലിയും അദ്ദേഹത്തിൻ്റെ കൃതിയാണ്. പക്ഷേ ഇത് സംവിധാനം ചെയ്തത് ആര് എന്നുള്ളതായിരുന്നു നമ്മുടെ ചോദ്യം. ആ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഉത്തരത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. പറഞ്ഞ ഉത്തരം എന്ന് പറയുന്നത് സത്യജിത്ത് റായ് ആണ് എന്നുള്ളതാണ്. ലെറ്റ് us check it, please. Perfect answer, congratulations. ഈ സത്യജിത്ത് റായ് ഈ സിനിമ ഉണ്ടാക്കാൻ വേണ്ടി, ഈ വിഭൂതിഭൂഷൺ ബന്ദോപാധ്യായയുടെ സിനിമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരുപാട് കഠിനാധ്വാനം ചെയ്തിട്ടുണ്ട്. ഏതോ ജർമ്മൻ ഭാഷയിലുള്ള സിനിമ കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് സിനിമ ഉണ്ടാക്കണമെന്നുള്ളൊരു മോഹം വരുന്നത്. എനിക്ക് എക്സാക്ട്ലി അറിയില്ല, ജർമ്മൻ ഭാഷയാണെന്ന് അറിയില്ല. 1.5 ലക്ഷം രൂപയായിരുന്നു ആ സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം മുടക്കിയത്. പക്ഷേ ആ 1.5 ലക്ഷം രൂപ ഇല്ലാതെ ഒരുപാട് കഷ്ടപ്പെട്ടു അദ്ദേഹം. പടം ഉണ്ടാക്കി പകുതി സമയത്ത് നിർത്തിവെച്ചു. പിന്നീട് തുടരാൻ സാധിക്കില്ല എന്നായി. അവസാനം ബംഗാളിലെ ഗവൺമെൻറ് ഏറ്റെടുത്താണ് ആ സിനിമ പുറത്തിറക്കിയത്. അതാണ് ആ സിനിമയുടെ ഒരു ചരിത്രം എന്ന് പറയുന്നത്. പക്ഷേ ആ സിനിമ വന്നപ്പോൾ അന്ന് വരെയുള്ള സിനിമയുടെ മുഴുവൻ ചരിത്രവും മാറ്റി എഴുതുന്ന മനോഹരമായ സിനിമയായിരുന്നു പഥേർ പാഞ്ചാലി എന്ന് പറയുന്ന സിനിമ. ഓക്കെ, ഏറ്റവും അവസാനത്തെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. 16ാമത്തെ ചോദ്യം, ഇന്നത്തെ ഏറ്റവും അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നു പോകുന്നു. സോ വാച്ച് ഹിയർ. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് മൂവി ഇൻ ഇന്ത്യ. രാജറാണി, കാളിദാസ്, കീചകവധം, രാജ ഹരിചന്ദ്ര. ചോദ്യം നമ്മൾ ആവർത്തിക്കുന്നു. ആദ്യ ഇന്ത്യൻ സിനിമ ഏതാണ്? രാജാറാണി, കാളിദാസ്, കീചകവധം, രാജ ഹരിചന്ദ്ര. സോ ഐ തിങ്ക് ഓൾ ഓഫ് യു ആർ റെഡി. 16ാമത്തെ ചോദ്യത്തിന് ഉത്തരം പറയാൻ എല്ലാവരും തയ്യാറാണെന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. യെസ് 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 ആൻഡ് ബസർ പ്ലീസ്. യാ, ഭവൻസ് വിദ്യാമന്ദിർ, എളമക്കര. ടെൽ മീ യുവർ ആൻസർ. ഓപ്ഷൻ ഡി, രാജ ഹരിശ്ചന്ദ്ര. ഓപ്ഷൻ ഡി, രാജ ഹരിചന്ദ്ര ആണ് ഇന്ത്യയുടെ ആദ്യത്തെ സിനിമ എന്നാണ് പറയുന്നത്. ഫസ്റ്റ് ഫിലിം ഇൻ ഇന്ത്യ, രാജ ഹരിചന്ദ്ര. യെസ് ഉറപ്പിച്ചു പറഞ്ഞു. യെസ് ഉറപ്പിച്ചു പറഞ്ഞു. യെസ്. ലെറ്റ്സ് ചെക്ക് ഇറ്റ്. പതിനാറ് ചോദ്യങ്ങൾ മനോഹരമായിട്ട് ഉത്തരം പറഞ്ഞു. തീർച്ചയായിട്ടും ഇതൊരു നല്ല നേട്ടമാണ്. കാരണം സിനിമ എന്ന് പറയുന്നൊരു മേഖലയിലും ഉള്ള നിങ്ങളുടെ ഗ്രാഹ്യമാണ്. പലപ്പോഴും സിനിമാ മേഖലയിലുള്ള ആളുകൾക്കാണ് സിനിമയെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. പക്ഷേ ഈ കുട്ടികൾ, നിങ്ങൾ തോറ്റുകൊടുക്കില്ല അല്ലേ, നിങ്ങൾ തോറ്റുകൊടുക്കില്ല മക്കളെ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾ ഉജ്ജ്വലമായിട്ട് ഈ ഇന്നത്തെ എപ്പിസോഡിൽ മനോഹരമായിട്ട് പങ്കെടുത്തു. അതുകൊണ്ട് നമുക്കൊരു കുഞ്ഞ് മാജിക്കൊക്കെ കാണിച്ചിട്ട് വളരെ ടെൻസ്ഡ് ആയിരുന്നില്ല. ആ ടെൻഷൻ നമുക്കൊന്ന് ഫ്രീ ആവാൻ വേണ്ടി ഒരു ചെറിയ മാജിക്ക്, എന്നിട്ട് നമുക്ക് സ്കോർ ബോർഡിലേക്ക് പോവാം. നമ്മൾ സിനിമയെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ് അല്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ കാണിക്കാൻ പോകുന്ന മാജിക്ക് സിനിമയായിട്ട് ബന്ധപ്പെട്ടൊരു മാജിക്കാണ്. ആൻഡ് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പ്രഡിക്ഷൻ. നിങ്ങളുടെ മനസ്സിലുള്ളൊരു കാര്യം മനോഹരമായിട്ട് മുൻകൂട്ടി പറയുന്നൊരു ജാലവിദ്യയാണ്. ഇതിനകത്ത് സിനിമാ താരങ്ങളുടെ കുറേ പടങ്ങളൊക്കെ ഉണ്ട് എൻ്റെ കയ്യിൽ. ആദ്യം എനിക്ക് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് 2 പേര് വേണം. ക്യാൻ യു കം ഓവർ ഹിയർ ആൻഡ് ക്യാൻ യു കം ഓവർ ഹിയർ. മോളി ഭാഗത്ത് വാ, മോനി ഭാഗത്ത് വാ. സുഖാണല്ലോ. ഓക്കെ, മോനാണ് മാജിക്കിൽ പങ്കെടുക്കുന്നത്. ഓക്കെ, സോ ഇപ്പോൾ ഞാൻ കാണിക്കുന്ന പ്രഡിക്ഷൻ എന്താണെന്നുള്ള മോൻ കാണണ്ട. സോ യു ടേൺ ടു ദാറ്റ് സൈഡ്. ഓക്കെ മോളെ, നമ്മൾ കാണിക്കാൻ പോകുന്ന മാജിക് എന്ന് പറയുന്നത് ഇറ്റ്സ് ക്വൈറ്റ് സിമ്പിൾ. ആൻഡ് ഹിയർ ഇസ് എ പ്രഡിക്ഷൻ. ഐ എം ടേക്കിംഗ് ഇറ്റ്സ് പ്രഡിക്ഷൻ. ഇതാണ് സംഭവിക്കാൻ പോകുന്ന കാര്യം. ഇതാണ് നമ്മുടെ പ്രഡിക്ഷൻ. ആരും ഒന്നും പറയരുത്. ഇതായിരിക്കും നമ്മുടെ അവസാനം വരുന്ന ഉത്തരം എന്ന് പറയുന്നത്. ഓക്കെ, ഓൾറൈറ്റ്. മോൾ ഇതുപോലെ തന്നെ പിടിച്ചോളൂ. അവിടെ പിടിച്ചാൽ മോൻ തിരിഞ്ഞു വന്നോളൂ. ഇതിനകത്ത് കുറേ കാർഡുകളുണ്ട്. ഈ കാർഡുകൾ എല്ലാം ഡിഫറൻ്റ് ആണ്. ഇതിനകത്ത് ഉള്ള കാർഡ് എന്ന് പറയുന്നത് ഓരോ സിനിമാ താരങ്ങളുടെ ചിത്രങ്ങളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ആ ചിത്രങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് മോൻ അങ്ങോട്ട് റിട്ടേൺ ചെയ്യാം. ഞാൻ ഇവർക്ക് കാണിച്ചു കൊടുക്കാം. സോ ലിസൺ ഹിയർ. ദി ഫസ്റ്റ് വൺ ഈസ് ആരാണ്? മോഹൻലാൽ അല്ലേ, മോഹൻലാൽ. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് മമ്മൂട്ടി അല്ലേ, മമ്മൂട്ടി അല്ലേ. എല്ലാം ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. മമ്മൂട്ടിയാണല്ലോ. ഓക്കെ, അടുത്തത് മുകേഷിൻ്റെ ചിത്രമാണ് അല്ലേ, മുകേഷ്. ഓക്കെ, ആൻഡ് ദിസ് വൺ ധാരാ സുരേഷ് ഗോപി. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് എല്ലാം ഡിഫറൻ്റ് ആയിട്ടുള്ള കാർഡുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. സോ യു ടേൺ ടു ദി സൈഡ്.
നമ്മളിതിനകത്ത് പറഞ്ഞ ആളുകളൊക്കെ അറിയാമല്ലോ. ആരൊക്കെയാണ്? മോഹൻലാലുണ്ട്, മമ്മൂട്ടിയുണ്ട്, സുരേഷ് ഗോപിയുണ്ട്, മുകേഷുണ്ട്. ഓക്കെ, ഇനി മോൻ ചെയ്യേണ്ടത് ഇതിനകത്ത് ഏതെങ്കിലും ഒരു കാർഡ് തിരഞ്ഞെടുക്കാം. ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. ടേക്ക് ഇറ്റ്. ഓക്കെ, അത് മോൻ്റെ ചേർത്ത് വയ്ക്കാം. ആൻഡ് ഷോ ദാറ്റ് ടു ക്യാമറ. ഹു ഇസ് ദാറ്റ്? മമ്മൂക്ക. എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. കാരണം ആക്ച്വലി എനിവേ ലെറ്റ്സ് ചെക്ക് ഇറ്റ്. ആൻഡ് ദി പ്രഡിക്ഷൻ ഈസ് exactly the same. That is Mammootty. Okay? So thank you so much. Have your seat, please. Thank you so much. ഇനി നമുക്ക് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട് കാണാൻ, അല്ലേ? നമുക്ക് സ്ക്രീനിലേക്ക് നോക്കാം. നമ്മുടെ സ്കോർ ബോർഡ് എന്താണ് എന്നുള്ളത് ശ്രദ്ധിക്കാം. വാച്ച് ഹിയർ. Team A 200 marks, Team B 100 marks, Team C 50 marks, Team D 60 marks, Team E 170 marks, Team F 160 marks, Team G 60 marks, Team H 10 marks. ഇനി നമുക്ക് ഇഷ്ടംപോലെ ചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. ഇതൊക്കെ ഏത് സമയത്തും മാറി മറിയും, അല്ലേ? ഇലക്ഷന് നമ്മൾ വോട്ടെണ്ണുന്നത് പോലെയാണ്. ഒരു പ്രദേശത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് വോട്ട് മാറി മറിയുന്നത് പോലെ ഒരു വിഷയത്തിൽ നിന്ന് മറ്റൊരു വിഷയത്തിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും താല്പര്യമുള്ള വിഷയമാണെങ്കിൽ ആ വിഷയത്തിനകത്ത് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഇതൊന്നും ഒരു അടിസ്ഥാനമായിട്ടുള്ള ശിലയാണ് എന്ന് ധരിക്കരുത്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യുവാനുണ്ട്. ഒരുപാട് വിഷയങ്ങളിലേക്ക് കടന്നു പോകേണ്ടതുണ്ട്. ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നു. ആ ചോദ്യങ്ങൾക്കനുസൃതമായി ഇന്ദ്രജാലങ്ങൾ വരുന്നു, വിസ്മയ കാഴ്ചകൾ വരുന്നു, കൊച്ചു കൊച്ചു കഥകൾ വരുന്നു. കാത്തിരിക്കാം. അതുവരെ നമുക്കെല്ലാവർക്കും നമ്മുടെ പ്രേക്ഷകരോട് ഗുഡ് ബൈ പറയാം. സോ ഇന്നത്തേക്ക് വിടാം. നന്ദി, നമസ്കാരം.